കോൾ. ഹലോ 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 ചങ്ങാതി മണിക്കുട്ടിയാണ്. ഇങ്ങേ തലക്കിൽ ഇതാരാണ്? 3 സ്റ്റാർ കിട്ടിയാൽ ഒരു വമ്പൻ സമ്മാനം. ശരി ഉത്തരം. ഉന്നാരം കിന്നാരം പറയാനൊരു ചങ്ങാത്തം. ഏകുക്കുക്കുക്കുക്കിപ്പായും കൂട്ടം കൂടാം ചങ്ങാതി. കൂട്ടം കൂടും നേരത്തൊത്തിരി കാര്യം ചൊല്ലാം ചങ്ങാതി. എത്ര മനോഹരമായ സ്ഥലം അല്ലേ കുറിഞ്ഞി? അതെ, നല്ല സുഖമുള്ള തണലും മണമുള്ള കാറ്റും നല്ല ശുദ്ധവായുവാ. ഇഷ്ടം പോലെ ശ്വസിച്ചോ. ശേഖരിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എടുക്കുക, പുറത്തേക്ക് വിടുക, വീണ്ടും എടുക്കുക, പുറത്തേക്ക് വിടുക, അത്രയല്ലേ പറ്റൂ. ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? അതെ, അതിൽ കാക്കയുടെ ശബ്ദം മാത്രം എനിക്ക് തിരിച്ചറിയാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ആ പാട്ട് വണ്ണാത്തിപ്പുള്ളിൻ്റെതല്ലേ? ഇപ്പോൾ കേൾക്കുന്ന പാട്ടോ? ആ അതെ, എനിക്കറിയില്ല. ഇത് വണ്ണാത്തിപ്പുള്ളിന്റെ ഗാനം തന്നെ, എനിക്കുറപ്പാ. നല്ല പാട്ടാണല്ലോ. അതെ, മനോഹരം. കുയിലിനെ പോലെ വണ്ണാത്തിപ്പുള്ളും നല്ല പാട്ടുകാരനാ അല്ലേ? ആ അതെ കുറിഞ്ഞി. വണ്ണാത്തിപ്പുള്ളിനെ കാണുന്നില്ലല്ലോ. മരങ്ങൾക്കിടയിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാ. വണ്ണാത്തിപ്പുള്ളിനെ കുറിഞ്ഞി കണ്ടിട്ടില്ല. കിങ്ങിണിയോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട് 2-3 തവണ. വണ്ണാത്തിപ്പുള്ളിനെ കുറിച്ച് കിങ്ങിണിക്ക് എന്തറിയാം? അതിന് കറുപ്പും വെളുപ്പും കലർന്ന നിറമാണെന്നറിയാം. പിന്നെ വയറിന്റെ ഭാഗത്തും വാലിലും വെളുത്ത തൂവലുകളുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്ഷി അല്ലേ? അതെ. പിന്നെന്തൊക്കെ അറിയാം? അതിന് ചെറിയ കണ്ണുകളാ. ഇത്രേ അറിയുള്ളൂ? പിന്നെ അത് നന്നായി പാടും. എവിടെ വച്ചാ വണ്ണാത്തിപ്പുള്ളിനെ കിങ്ങിണി കണ്ടിട്ടുള്ളത്? വീടിന് പിറകിലെ ചാമ്പ മരത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാ ഇവ നന്നായി പാടുന്നത്. വണ്ണാത്തിപ്പുള്ളിന് എങ്ങനെയാ ഈ പേര് കിട്ടിയത്? അതെനിക്ക് അറിയില്ല കുറിഞ്ഞി. അറിയേണ്ടത് ആവശ്യമാ അല്ലേ? അതറിഞ്ഞാൽ നല്ല കാര്യമാ. നമുക്കത് കണ്ണാടി ചങ്ങാതിയോട് ചോദിക്കാം. ആ അത് ശരിയാ. കണ്ണാടി ചങ്ങാതിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒന്നുമില്ല. എങ്കിൽ നമുക്ക് വേഗം മാന്ത്രിക വീട്ടിലേക്ക് പോകാം. ശരി കുറിഞ്ഞി. കുറിഞ്ഞി, നമുക്ക് കണ്ണാടി ചങ്ങാതി ഉണർത്താം. അതെ, നമുക്ക് വണ്ണാത്തിപ്പുള്ളിനെ കുറിച്ച് അറിയണമല്ലോ. കുറിഞ്ഞി കണ്ണാടി ചങ്ങാതിയെ വിളിക്കൂ. കണ്ണാടി ചങ്ങാതി. ഹായ്, കണ്ണാടി ചങ്ങാതി വന്നല്ലോ. എന്താ കൂട്ടുകാരെ വിളിച്ചത്? ഞങ്ങൾക്കൊരു കാര്യം അറിയണം കണ്ണാടി ചങ്ങാതി. എന്തായാലും ചോദിക്കൂ കൂട്ടുകാരെ. ഞങ്ങൾക്ക് വണ്ണാത്തിപ്പുള്ളിനെ കുറിച്ച് അറിയണം. വണ്ണാത്തിപ്പുള്ളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കിങ്ങിണി കണ്ടിട്ടുണ്ട്. ആ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ പക്ഷി വാല് കൂടെ കൂടെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യും. അതിന്റെ പാട്ട് ഇന്ന് ഞങ്ങൾ കേട്ടു. നല്ല പാട്ടാ. കുറിഞ്ഞി, വണ്ണാത്തിപ്പുള്ളിനെ കണ്ടിട്ടില്ല ചങ്ങാതി. ചങ്ങാതി ഒന്ന് കാട്ടിത്തരുമോ? അതിനെന്താ, കാട്ടിത്തരാലോ. ദാ വാക്കുമാരുടെ മായാജാലം ഇതാ ആരംഭിക്കട്ടെ. വണ്ണാത്തിപ്പുള്ള് സുന്ദരനാ. കാട്ടിത്തന്നതിന് നന്ദി ചങ്ങാതി. കണ്ണാടി ചങ്ങാതിക്ക് എന്തും സാധിക്കും. ഈ മാന്ത്രിക വിദ്യ എനിക്ക് കൂടി പഠിപ്പിച്ചു തരണേ ചങ്ങാതി. വിഷമിക്കണ്ട കിങ്ങിണി, ചില മാന്ത്രിക വിദ്യകൾ കിങ്ങിണിക്ക് പഠിപ്പിച്ചു തരാം. സമയാകട്ടെ. ഹായ്, നന്ദി ചങ്ങാതി. അപ്പോ കണ്ണാടി ചങ്ങാതി പോവുക. ശരി കണ്ണാടി ചങ്ങാതി. ഇനി അക്ഷരക്കുട്ടിയുടെ ജാലവിദ്യ. വാക്ക് മാറട്ടെ ജാലവിദ്യ. കുറിഞ്ഞി അക്ഷരക്കുട്ടിയെ വിളിക്കൂ. അക്ഷരക്കുട്ടി. ഞാൻ ഇതാ എത്തി കൂട്ടുകാരെ. വാക്ക് മാറട്ടെ ജാലവിദ്യ ആരംഭിക്കൂ അക്ഷരക്കുട്ടി. അതിനെന്താ, ഇപ്പോൾ തന്നെ ആരംഭിക്കാമല്ലോ. ചൊല്ലി പഠിക്കാം, മെല്ലെ പഠിക്കാം, തല്ലൊന്നും കൊള്ളാതെ ചൊല്ലി പഠിക്കാം.
കൂട്ടുകാർ ഗ്ലാസ് കണ്ടിട്ടുണ്ടല്ലോ? ഉണ്ടല്ലേ? അക്ഷരക്കുട്ടി ഇന്ന് ഗ്ലാസ് എന്ന വാക്കിനെ ഭാണ്ഡം എന്ന വാക്കാക്കി മാറ്റാൻ പോവുകയാണ്. ഭാണ്ഡം എന്നാൽ മാറാപ്പ് എന്നാണ് അർത്ഥം. ഗ്ലാസിനെ എങ്ങനെ മാറാപ്പാക്കി മാറ്റാം? മാജിക്കിലൂടെ അത് സാധിക്കും. ഇതാ ഗ്ലാസ് എന്ന വാക്ക് വന്നല്ലോ. ഈ വാക്കിലാണ് മാജിക് പ്രയോഗിക്കേണ്ടത്. അക്ഷരക്കുട്ടി മാന്ത്രിക ദണ്ഡ് ചുഴറ്റി ചില മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഒരത്ഭുതം സംഭവിക്കും. അതെന്തത്ഭുതമാണ്? ശ്രദ്ധിച്ചു നോക്കൂ. അത് കൂട്ടുകാർക്ക് ഇപ്പോൾ കാണാനാകും. അത്ഭുതം സംഭവിച്ചത് കണ്ടോ? എന്ത് അത്ഭുതമാണ് നടന്നത്? ഗ്ലാ എന്ന അക്ഷരം എങ്ങോട്ടോ അപ്രത്യക്ഷമായി. അതിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അല്ലേ? മറ്റൊരു അത്ഭുതം കൂടി ഇപ്പോൾ നടന്നു. അതെന്താ? മറ്റൊരക്ഷരം ദൃശ്യമായി. അതേതക്ഷരം? ത്ര, അല്ലേ? അക്ഷരങ്ങൾ മാറി വന്നപ്പോൾ വാക്കിന് എന്ത് മാറ്റം സംഭവിച്ചു? ഗ്ലാസ് ത്രാസ് ആയി മാറി. വലിയ അത്ഭുതമാണ് നടന്നത്, അല്ലേ? ഗ്ലാസ് ത്രാസായി മാറിയിരിക്കുന്നു. ത്രാസ് എന്നാൽ തുലാസ് എന്നാണ് അർത്ഥമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഗ്ലാസ് ത്രാസായി മാറി. ഇതൊരു തുടക്കം മാത്രം. അത്ഭുതങ്ങൾ ഇനിയും സംഭവിക്കണം, എങ്കിലേ ഭാണ്ഡം പ്രത്യക്ഷപ്പെടൂ. വീണ്ടും അത്ഭുതം നടന്നിരിക്കുന്നു. ഏതക്ഷരമാണ് അദൃശ്യമായത്? സ് എന്ന അക്ഷരമാണ് അദൃശ്യമായത്. പകരം നം എന്ന അക്ഷരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ത്രാസ് അവിടെ ഉണ്ടോ? ഇല്ല. പുതിയൊരു വാക്കാണ് ഇപ്പോൾ കൂട്ടുകാരുടെ കണ്ണിന്റെ മുന്നിൽ ഉള്ളത്. ഈ വാക്കൊന്ന് വായിച്ചേ. ത്രാണം, അല്ലേ? എന്തൊരു വാക്കായത്! ഇതിന്റെ അർത്ഥം കൂട്ടുകാർക്ക് അറിയാമോ? അറിയില്ല, അല്ലേ? അക്ഷരക്കുട്ടി പറഞ്ഞു തരാം. രക്ഷ, കവചം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അർത്ഥം മനപാഠമാക്കണേ. പുതിയ വാക്കുകളും അവയുടെ അർത്ഥവും ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത അത്ഭുതത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നടന്ന അത്ഭുതം കണ്ടോ? ത്ര എന്ന ബുദ്ധിമുട്ടുള്ള അക്ഷരത്തെയാ അക്ഷരക്കുട്ടി അപ്രത്യക്ഷമാക്കിയത്. പകരം വളരെ എളുപ്പമുള്ള ക എന്ന അക്ഷരത്തെയാണ് കൊണ്ടുവന്നത്. പുതിയ വാക്കും വായിക്കാൻ നല്ല എളുപ്പമാണ്. കൂട്ടുകാരൊന്ന് വായിച്ചേ. കാണം എന്നല്ലേ കൂട്ടുകാർ വായിച്ചത്? എന്താണ് ഈ കാണം? കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ല് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലോ. കാണം എന്നാൽ വസ്തു, അവകാശം എന്നൊക്കെയാണ് അർത്ഥം. ഗ്ലാസിനെ ഭാണ്ഡമാക്കാമെന്ന അക്ഷരക്കുട്ടി പറഞ്ഞത്. കുറച്ച് അത്ഭുതങ്ങൾ കൂടി സംഭവിക്കണം, എങ്കിലേ ഭാണ്ഡം നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത മാജിക്. ഇപ്പോൾ എന്ത് അത്ഭുതമാണ് നടന്നത്? നം എന്ന അക്ഷരം അപ്രത്യക്ഷമായി. പകരം ദൃശ്യമായ അക്ഷരം ഏതാ? ധം എന്ന അക്ഷരമാണ് വന്നത്. കാഠിന്യമേറിയ ഒരു കൂട്ടക്ഷരമാതല്ലേ? പുതിയ വാക്ക് കൂട്ടുകാർക്ക് വായിക്കാനാകുന്നുണ്ടോ? വായിച്ചേ. കാണ്ഡം എന്നാണ് പുതിയ വാക്ക് വായിക്കേണ്ടത്. കാണ്ഡം എന്നാൽ തടി എന്നാണ് അർത്ഥമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഗ്ലാസ് വിവിധ അത്ഭുതങ്ങൾക്ക് വിധേയമായി കാണ്ഡമായി തീർന്നിരിക്കുന്നു. കാണ്ഡമല്ല, ഭാണ്ഡമാണ് നമുക്ക് ആവശ്യം. ഒരൊറ്റ മാജിക് കൂടി, തീർച്ചയായും ഭാണ്ഡം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു അക്ഷരം അദൃശ്യമായി. കൂട്ടുകാർ ശ്രദ്ധിച്ചോ? ഏതക്ഷരമാ അദൃശ്യമായത്? ക എന്ന അക്ഷരമാണ് അദൃശ്യമായത്. ഏതക്ഷരമാ വന്നത്? ഭ എന്ന അക്ഷരമാണ് വന്നത്. കാണ്ഡം എന്ന വാക്കും അദൃശ്യമായിരിക്കുന്നു. പുതിയ വാക്ക് വായിക്കൂ. ഭാണ്ഡം, അല്ലേ? അങ്ങനെ ഇതാ അവസാനം ഭാണ്ഡം എന്ന വാക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. മാജിക് വിജയിച്ചിരിക്കുന്നു. ഗ്ലാസ് ഭാണ്ഡമായി